ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നൊസ്റ്റാൾജിക് പഴിഞ്ഞുകൊടിയാണ്. ഞങ്ങൾ തിരുവനന്തപുരംകാരുടെ പഴിഞ്ഞി, നിങ്ങൾ പഴങ്കഞ്ഞി എന്നൊക്കെ പറയും. കുറേ നാളായി പഴിഞ്ഞു കുടിച്ചിട്ട് പിന്നെ യാത്രയ്ക്ക് പോയിട്ട് എല്ലാം ഒത്തു വന്നു. അങ്ങനെ സെറ്റ് ഒരു പഴങ്കഞ്ഞി തട്ടാമെന്ന് വിചാരിച്ചു. നല്ല ചമ്പാവരിയിലെ പഴങ്കഞ്ഞി, പിന്നെ പാറ പോലെ ഇളക്കിയ ചക്ക, ചെമ്പരത്തി ചക്കയാണ്, ചുവന്ന ചക്കയില്ല അത്, പിന്നെ തൈര്, ചീര, പുളിഞ്ചിക്ക അച്ചാർ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട അച്ചാർ, ഉടങ്കല്ല് മുളക്, സൂപ്പർ പറയണ്ടല്ലോ. ഇതെല്ലാം കൂടി ഇങ്ങനെ അലമ്പി ലാമ്പി നന്നായിട്ടൊരു പഴങ്കഞ്ഞി കുടിച്ചു. കുഞ്ഞിലത്തെ പഴങ്കഞ്ഞി കുടിയൊക്കെ ഇങ്ങനെ ഓർത്തെടുത്ത് ശരിക്കും കുഞ്ഞിലെ ഞാൻ ഒരു പഴിഞ്ഞിപ്പാറുമായിരുന്നു കേട്ടോ. അത് പറയാൻ എനിക്കൊരു മടിയില്ല. ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉച്ചയ്ക്ക് പിന്നെ ലഞ്ച് ബ്രേക്കിന് വരുമ്പോൾ സ്കൂള് നമ്മുടെ വീടിൻ്റെ അടുത്താണ്, ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിനേ ഉള്ളൂ. അപ്പോൾ ഓടി വന്നിട്ട് അമ്മയുടെ പറയും ചൂട് ചോറ് വേണ്ട, അത് തണുക്കാൻ ടൈം എടുക്കില്ലേ, തിരിച്ച് വേഗം സ്കൂളിലെത്തിയിട്ട് കൂട്ടുകാരിലെ വിശേഷമൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴിഞ്ഞി, തൈര്, വെണ്ടയ്ക്ക മെഴുക്ക്, പിന്നെ ഒരു മുളക്, കാന്താരി മുളക്, അച്ചാർ, അങ്ങനെയൊക്കെ ആയിരുന്നു സ്ഥിരം, എന്നും അങ്ങനെ തന്നെ. പിന്നെ എന്താണ്, വെള്ളിയാഴ്ച അല്ലെങ്കിൽ കുറച്ച് പിന്നെ തിരക്കില്ലാത്ത ദിവസം വേഗം പഴിഞ്ഞുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഷവറിലും ടാപ്പിലും ഒന്നുമല്ല, ഒരു കിണർ വെള്ളം അതിങ്ങനെ തൊട്ടിയിലേക്ക് കോരി ഒഴിച്ച് ഗംഭീരം കുളി. അങ്ങനെ നല്ല എന്താണ്, വെള്ള ഷർട്ടും പച്ച പാവാടിയും മുടിയൊക്കെ 2 സൈഡിലും മെടഞ്ഞ് ഇങ്ങനെ പഴിഞ്ഞ് ഓടിച്ച് ഒറ്റ ഓട്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒരു കൂട്ടം വിശേഷമായിട്ട് കൂട്ടുകാരികളോട് ഇങ്ങനെ സൊള്ളാനായിട്ട് ഓടിപ്പോണ ഒരു കൊച്ചു പഴിഞ്ഞിപ്പാറുവിനെ ഞാനിങ്ങനെ ഓർത്തുപോയി. എൻ്റെ ധനുവിനും മൂത്താക്കും പഴിഞ്ഞ് കുടിക്കാൻ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴെങ്കിലും കുടിക്കുമ്പോൾ പറയാം, അമ്മ എന്നെയും കൂടി കൂട്ടണേ. അവനിങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിൽ കൊടുക്കുന്ന ഇഷ്ടമല്ല, അമ്മ കുടിക്കുന്ന പാത്രത്തിൽ ഇങ്ങനെ അലമ്പി ലാമ്പി കുടിക്കണം, അതാണ് ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇളക്കി കുഴച്ച് മറിച്ച് അലമ്പി ലാമ്പി കുടിക്കണ ആ ഒരു പഴിഞ്ഞിയുടെ ടേസ്റ്റ് ഒരു 5 സ്റ്റാർ ഫുഡിനും ഒന്നും നമുക്ക് തരാൻ പറ്റില്ല അല്ലേ. അതൊരു പിന്നെ ടേസ്റ്റാണ്. കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മളെ ഇന്നത്തെ കുഞ്ഞു മക്കൾക്ക് അതൊക്കെ മിസ് ചെയ്യണം. എൻ്റെ മാതും എൻ്റെ കൂടെ കൂടി പഴിഞ്ഞ് ഇളക്കാനും മിക്സ് ചെയ്യാനും ഒക്കെ. കഴിക്കാൻ താല്പര്യം കാണിച്ചില്ല, ഉള്ളുള്ളൂ എരിവ് മുളകെന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചില്ല. പക്ഷെ കൂടെ കൂടിയിട്ടുണ്ട് ധനുക്കുട്ടൻ ലാമ്പും പോലെ ലാമ്പാനായിട്ട്. എനിക്ക് പറഞ്ഞാൽ പണ്ടൊക്കെ ഉള്ള അപ്പൂപ്പന്മാരെ അമ്മമാരെയൊക്കെ ആരോഗ്യം 80-90 വയസ്സ് വരെ അവർ ജീവിച്ചിരിക്കുന്ന ഈ പഴങ്കഞ്ഞി, ചക്ക, കപ്പ ഒക്കെ കഴിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും ഹെൽത്തി ആണെന്നൊക്കെ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നന്ദി, നിർത്തുന്നു. ലവ് യു ആൾ.